ഓം ഗുരുഭ്യോ നമ. ഓം ഗംഗണപതേ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. പാശാങ്കുശോ കൽപ്പലതാം വിഷാണം ദദശിശുണ്ടാഹിത ബീജപൂര രക്തസ്തൃനേത്രത്തരുണേന്ദു മൗലി ഹാരോജ്ജലാഹസ്തിമുഖാവദദ്ദ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീമദ് നാരായണീയം ദശകം 32 മത്സ്യാവതാരം. ശ്രീമദ് ഭാഗവതത്തിലെ അഷ്ടമസ്കന്ധ പ്രതിപാദ്യമാണ് മത്സ്യാവതാര കഥ. ശ്ലോകത്തിലേക്ക് കടക്കുന്നു. പുരാ ഹയഗ്രീവ മഹാസുരേണ ഷഷ്ടാന്തരാന്ത്യോദിത അകാണ്ഡകൽപേ നിദ്രോന്മുഖത് ബ്രഹ്മമുഖാ ഹൃദേഷു നിദ്രോന്മുഖത് ബ്രഹ്മമുഖാത് ഹൃദേഷു വേദേഷു അതിൽ സകില മത്സ്യരൂപം. പുരാ പണ്ട് ഹൈഗ്രീവൻ എന്ന മഹാസുരൻ, ഒരു അസുരൻ, കുതിരയുടെ മുഖമുള്ള ഒരു അസുരന്റെ പേര് ഹൈഗ്രീവൻ എന്നാണ്. ഒപ്പം മഹാവിഷ്ണുവിന്റെ ഒരു അവതാരമുണ്ട് ഹൈഗ്രീവൻ സ്വരൂപത്തില്. ആ ഹൈഗ്രീവനാണ് അഗസ്റ്റിന് ലളിതാ ത്രിശിതിയൊക്കെ ഉപദേശിച്ചു കൊടുക്കുന്നത്. ദേവീ മാഹാത്മ്യത്തിലും ദേവീ ഭാഗവത്തിലൊക്കെ പരാമർശ വിഷയത്തിൽ ഭഗവാന്റെ ഒരു അവതാരവും അങ്ങനെ ഉണ്ട്. ഇവിടെ ഹൈഗ്രീവൻ എന്ന അസുരന്റെ കാര്യമാണ് പറയുന്നത്. പണ്ട് ഹൈഗ്രീവൻ എന്ന മഹാസുരൻ ഷഷ്ട അന്തര ഉദ്യത അകാണ്ഡകൽപ്പേ, 6ാമത്തെ മന്വന്തരം കഴിഞ്ഞ ഉണ്ടായ അകാണ്ഡകൽപ്പത്തിലെ ആ കാണ്ഡം ഒന്ന് നശിച്ചപ്പോൾ, ആ പകൽ അസ്തമിച്ചപ്പോൾ, ബ്രഹ്മാവിന്റെ പകൽ അസ്തമിച്ചപ്പോൾ എന്ന് വെച്ചാൽ അകാണ്ഡകൽപ്പം അകാണ്ഡമായി പോയി, കാണ്ഡം ഒടിഞ്ഞുപോയി. അകാണ്ഡകൽപ്പം എന്ന് വെച്ചാൽ കൽപ്പം അവസാനിച്ചു എന്ന് പറഞ്ഞാൽ പ്രളയം തുടങ്ങി. അതായത് അന്തരമുണ്ടായ നൈമിത്തിക പ്രളയത്തിലെ നിദ്രോന്മുഖത് ഉറങ്ങാൻ തുടങ്ങിയ ബ്രഹ്മാവിന്റെ ബ്രഹ്മമുഖാത് മുഖത്തിൽ നിന്നും വഴുതി വീണ വേദങ്ങളെ വേദേഷു ഹൃദേഷു, ആ വേദങ്ങള് ഈ ഹയഗ്രീവ മഹാസുരനാൽ ഹൃദേഷു അപഹരിക്കപ്പെട്ടപ്പോൾ, മോഷ്ടിക്കപ്പെട്ടപ്പോൾ ത്വം മത്സ്യരൂപം അതിൽസ, അല്ലയോ ഗുരുവായൂരപ്പ അങ്ങ് മത്സ്യരൂപം സ്വീകരിച്ചില്ലേ? ശ്രീകോവിലേക്ക് നോക്കി മേൽപ്പത്തിരി ചോദിക്കുകയാണ്, സ്വീകരിച്ചില്ലേ? അങ്ങനെ സ്വീകരിച്ചപ്പോൾ അങ്ങനെയാണല്ലോ ഞാൻ കേട്ടിരിക്കുന്നത് എന്ന് പറയുന്നു. പുരാ ഹൈഗ്രീവ മഹാസുരേണ ഷഷ്ട അന്തര ഉദ്യത അകാണ്ഡകൽപേ ഷഷ്ട അന്തരോദ്യത അകാണ്ഡകൽപേ നിദ്രോന്മുഖത് ബ്രഹ്മമുഖാത് ഹൃദേഷു വേദേഷു അതിൽ സകില മത്സ്യരൂപം. ഇത് 6ാമത്തെ ചാഷുഷ മന്വന്തരത്തിന്റെ ഒടുവിലുണ്ടായ നൈമിത്തിക പ്രളയം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭാഗവതം അങ്ങനെ പറയുന്നില്ല. കാരണം ബ്രഹ്മാവിന്റെ പകല് ആണ് കൽപ്പം, ബ്രഹ്മാവിന്റെ രാത്രിയാണ് പ്രളയം, നൈമിത്തിക പ്രളയം. അതായത് പകല് തന്നെ 14 മന്വന്തരം ചേർന്നാണ്. ഇത് 6ാമത്തെ മന്വന്തരം കഴിയുമ്പോഴേ, അത് ചാഷുഷ മന്വന്തരം കഴിയുമ്പോൾ അടുത്തത് വൈവസ്വത മന്വന്തരമാണ്. ഇടയ്ക്കൊരു ഇടവേളയും അവിടെ ഒരു പ്രളയവും പറയുന്നില്ല, ഭാഗവത്തിൽ അങ്ങനെ പറയുന്നില്ല. അപ്പൊ നമുക്ക് ഓർക്കേണ്ടത് കൽപ്പാന്തകാലത്താണ് സംഭവിച്ചത്. അപ്പൊ അത് എന്തോ നാരായണി കർത്താവിന് അബദ്ധം പറ്റിയതായിരിക്കാം. രണ്ടും വ്യത്യസ്ത അഭിപ്രായം കാണിക്കുമ്പോൾ ഭാഗവതമാണ് പ്രമാണമായിട്ട് എടുക്കാൻ, ശ്രീമദ് ഭാഗവതം പ്രമാണമായിട്ട് നമ്മൾ സ്വീകരിക്കണം. അപ്പം കൽപ്പാന്ത കാലത്ത് കൽപ്പം അവസാനിച്ചപ്പോഴുള്ള കൽപ്പാന്തകാല ആ പ്രളയത്തിലാണ് സംഭവിക്കുന്നത് എന്നോർക്കണം. ആ സമയത്ത് ബ്രഹ്മാവ് നിദ്രയെ പ്രാപിച്ചപ്പോൾ ബ്രഹ്മമുഖത്തിൽ നിന്ന് ഹൈഗ്രീവൻ എന്ന അസുരനെ ആ വേദങ്ങളെ മോഷ്ടിച്ചുകൊണ്ടുപോയി. അത് വീണ്ടെടുക്കാൻ വേണ്ടി അല്ലയോ ഗുരുവായൂരപ്പ അങ്ങ് ദിവ്യ മത്സ്യസ്വരൂപിയായി അവതരിച്ചുവല്ലോ. 2ാമത്തെ ശ്ലോകം. സത്യവ്രതസ്യ ദ്രബളാദിഭർതൃ നദീജലേ തർപ്പയസ്തദാനീം കരാഞ്ജലോ സഞ്ചലിതാകൃതസ്ത്വം അദൃശ്യതാ കഞ്ചന ബാലമീനഃ. സത്യവ്രതസ്യ ദ്രബളാദിഭർതൃ നദീജലേ തർപ്പയസ്തദാനീം കരാഞ്ജലോ സഞ്ചലിത ആകൃതിസ്തം അദൃശ്യതാ കഞ്ചന ബാലമീന. സത്യവ്രതൻ എന്ന രാജാവ്, അദ്ദേഹം രാജാവാണ്, ഒപ്പം ഋഷിയാണ്, രാജർഷിയാണ്. ആ രാജർഷി ത്വം നദീജലെ തർപ്പേതക,
ത്വം ഇവിടെ ഭഗവാനെ അങ്ങ് നദീജലെ തർപ്പയതഹ, നദീജലത്തിലെ തർപ്പണം, സന്ധ്യാതർപ്പണം ചെയ്തുകൊണ്ടിരിക്കുന്ന അഞ്ജലി ബദ്ധരായിട്ട് അർഘ്യം കൊടുക്കുമല്ലോ, 2 കൈ കൊണ്ട് വെള്ളം തർപ്പിക്കും. വെള്ളം 2 കൈ കൊണ്ട് എടുത്ത് അതിലെ വിരലിന്റെ തുമ്പത്തുകൂടി പുറത്തേക്ക് ഋഷിമാർക്കും അല്ലേ, ഋഷ്യഭ്യോ നമ, പിതൃഭ്യോ നമ, പിതൃദേവതോഭ്യോ നമ എന്നൊക്കെ പറഞ്ഞ് തർപ്പിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ തർപ്പിക്കുന്ന അവസരത്തില് ത്വം, ആ സമയത്ത് അങ്ങ് നദീജലേ തർപ്പയതഹ, ആ നദീജലത്തിൽ സന്ധ്യാതർപ്പണം ചെയ്തുകൊണ്ടിരിക്കുന്ന ദ്രമിളാതിഫർത്തും, ദ്രവിഡം തന്നെയാണ്. ദ്രമിളം എന്ന് വെച്ചാൽ ആ ദ്രവിഡ രാജാവായ ഫർത്തും, ദ്രമിളാതി ഫർത്തും, ദ്രവിഡ രാജാവായ സത്യവ്രതന്റെ കരാഞ്ജലോ, ഈ അഞ്ജലി 2 അർഘ്യം എടുക്കാൻ വേണ്ടി കൈകൂപ്പിയതുപോലെ ഇങ്ങനെ 2 കൈയും ചേർത്ത് വെച്ചെടുക്കുന്ന ആ കൈയിലെ വെള്ളത്തില് തഥാ കരാഞ്ജലോ തദാനി, അപ്പോഴേ സഞ്ചലിതാകൃതി മിന്നിത്തിളങ്ങുന്ന ആകൃതിയോട് കൂടിയ കഞ്ചന ബാലമീന, ഒരു കുഞ്ഞു മീനായി, ഒരു മീന്റെ കുഞ്ഞായി അദൃശ്യത കാണപ്പെട്ടു. അദൃശ്യത വിശേഷേണ ദൃശ്യമായി അനുഭവിച്ചു. അപ്പോഴേ ഏകദാ കൃതമാലായം കുർബതോ ജലതർപ്പണം എന്ന് ഭാഗവതം പറയുന്നുണ്ട്. അപ്പം കൃതമാലയിലാണ്, കൃതമാല എന്ന നദിയിലാണ് ഈ സന്ധ്യാതർപ്പണം ചെയ്യുന്നത്. രാജശ്രീ ആയിരിക്കും, ഒരേ സമയത്ത് രാജാവും തപസ്ഥിതി കൊണ്ട് ഋഷിയുമായിരിക്കുന്ന രാജാവ് സന്ധ്യാതർപ്പണം ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം ജലം തർപ്പണത്തിന് വേണ്ടി 2 കൈയിലും അല്ലേ കരാഞ്ജലി കൊണ്ട് ജലമെടുത്തപ്പോൾ ആ ജലത്തിൽ അതിസുന്ദരമായി വെട്ടിത്തിളങ്ങുന്ന ശോഭയോടുകൂടി അതിതേജസ്വിയായ ഒരു മീൻ കുഞ്ഞിനെ കണ്ടു. അങ്ങനെ മീൻ കുഞ്ഞായി അങ്ങ് കാണപ്പെട്ടു. അതാണ് പറയുന്നത് നദീജലേ തർപ്പേതക, നദിയിലെത്തി തർപ്പണം ചെയ്തുകൊണ്ടിരിക്കുന്ന ദ്രവിളാതിഫർത്തും, ദ്രവിഡ രാജാവായ സത്യവ്രതന്റെ കയ്യിലെടുത്ത ജലത്തിൽ, അഞ്ജലീബദ്ധമായ ജലത്തില് അതിശോഭയോടുകൂടി തദാനിയും സജ്ജലാകൃതി, മിന്നിത്തിളങ്ങുന്ന ആകൃതിയോടുകൂടി കച്ചന ബാലമീനക ആദൃശ്യത, ഒരു ബാലമീന്റെ, ഒരു കുഞ്ഞു മീന്റെ സ്വരൂപത്തിലെ ഒരു മത്സ്യക്കുട്ടിയായി അങ്ങ് കാണപ്പെട്ടു അല്ലേ. ദ്രവിഡം, വിന്ധ്യന്റെ തെക്ക് വശമാണ് ദ്രവിഡ രാജ്യം. തമിഴ്നാട്, കർണാടക, ആന്ധ്ര, കേരളമൊക്കെ ദ്രവിഡ രാജ്യത്തിൽ പെടുന്നതാണ്. വിന്ധ്യപർവ്വതത്തിന്റെ വടക്ക് വശം ആര്യവർത്തം എന്നറിയപ്പെടും ഇല്ലേ. അപ്പം ദ്രവിഡ രാജാവ്, ഈ പ്രദേശത്തുള്ള രാജാവ്, പഴയൊരു കഥ പറയുന്നു. ഇനി അടുത്തത് എന്താണ് സംഭവിച്ചത്? ക്ഷിപ്തം ജലേത്തം ചകിതം വിലോക്യ നിന്നെ അമ്പുപാത്രേണ മുനിം സ്വഗേഹം സ്വൽപേരഹോഭി കലശീഞ്ച കൂപം വാവി സരസാഞ്ച ആനിശിഷേ വിഭോതം ക്ഷിപ്തം ജലേത്വം ചകിതം വിലോക്യ നിന്നെ അമ്പുപാത്രേണ മുനിം സ്വഗേഹം സ്വൽപേഹി അഹോഭിഹി കലശീം ച കൂപം വാവി സരസക ച ആനശിഷേ വിഭോതം, ആനശിഷേ നിറഞ്ഞു നിന്നു. ക്ഷിപ്തം ജലേത്തം ചകിതം വിലോക്യ നിന്നേമ്പുപാത്രേണ മുനി സ്വഗേഹം സ്വൽപേരഹോഭി കലശീം ച കൂപം വാവി സരച്ചാനശിഷേ വിഭോതം, ആനശിഷേ വിഭോതം, സരച്ചാനശിഷേ വിഭോതം. അപ്പോഴേ സാധാരണ എന്ത് ചെയ്യും? കയ്യിലെടുത്ത വെള്ളത്തിലൊരു മീൻകുഞ്ഞിനെ കണ്ടു, അതിനെ ഉപദ്രവിക്കേണ്ടെന്ന് കരുതി ഈ രാജർഷിയായ സത്യവ്രതന് അതിനെ വെള്ളത്തിലേക്ക് തിരിച്ചിട്ടപ്പോൾ അത് അദ്ദേഹത്തിന്റെ കാലിന് ചുറ്റിപ്പറ്റിയൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. അവിടെ നിന്ന് പോകുന്നില്ല. പോകാതിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മീൻകുട്ടി, ആ കുഞ്ഞു മീനെ രാജർഷിയോട് സംസാരിക്കാൻ തുടങ്ങി. അല്ലയോ രാജർഷി, അങ്ങനെ ഉപേക്ഷിക്കരുത്. ഞാൻ വലിപ്പം കൊണ്ട് ചെറുതാണ്, നവജാതനാണ്, ഇപ്പോഴുണ്ടായതേ ഉള്ളൂ. ഇവിടെ മത്സ്യങ്ങൾ പോലും അത് കുഞ്ഞു മീനുകളെ, വലിയ മീനുകളെ ഭക്ഷിക്കുന്ന ഏർപ്പാടുണ്ട്. അപ്പൊ അവർക്ക് പോലും ഇവിടെ നിവൃത്തിയില്ല. അതുകൊണ്ട് എന്നെ ആരെങ്കിലും ആഹരിക്കും. ജീവസ്യ ജീവനം, ഒരു ജീവന്റെ ജീവനം മറ്റൊരു ജീവനാണ് അല്ലെ. നമ്മളും അങ്ങനല്ലേ? സസ്യബുക്കുകൾ പോലും ഒരു ചെടിയെ നശിപ്പിച്ചിട്ട് അതിന് ജീവനാണ് നമ്മൾ ആഹരിക്കുന്നത്. അതുകൊണ്ട് എന്നെ രക്ഷിക്കണം, ഞാൻ ഒട്ടും സുരക്ഷിതനല്ല.
അതുകൊണ്ട് അങ്ങ് എന്നെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു, സംസാരിച്ചു. അപ്പോഴത് കേട്ട രാജർഷി അദ്ദേഹം കൊണ്ടുപോയ, അപ്പം ആവശ്യം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വെള്ളം ഇല്ലേ, സ്നാനാദി കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ജലം കൊണ്ടുപോകാൻ വേണ്ടി എടുത്ത തന്റെ കമണ്ടലുവില് ആ മീനെ നിക്ഷേപിച്ചിട്ട് ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ എന്താ സംഭവം? അവിടെ ചെന്നപ്പോഴേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ജലപാത്രത്തിലേക്ക് അതിന് സ്ഥിതി ചെയ്യാൻ പറ്റാത്ത തരത്തിൽ മീനിന്റെ ശരീരം വലുതായി. ഉടനെ ആ മീൻ പറഞ്ഞു, അല്ലയോ രാജാവേ, എനിക്ക് ശ്വാസം വിട്ടുന്നു, എന്നെ കുറച്ചുകൂടെ വലിയൊരു പാത്രത്തിൽ നിക്ഷേപിക്കുമോ? അപ്പം ആ കമണ്ടലിൽ നിന്ന് ഇച്ചിരി വലിയ വാവിസ്താരമുള്ള ഒരു കുടത്തിലേക്ക് ആ ഋഷി സത്യവ്രതൻ ഈ മീനിനെ നിക്ഷേപിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ കുടവും നിറഞ്ഞു. പിന്നെ പറഞ്ഞിട്ട് ഒരു കിണറ്റിലേക്ക് ഇട്ടു, അല്ലേ? അവിടെയൊക്കെ ശ്വാസം വിട്ടുന്നു, എന്നെ കൂടുതൽ വിശാലമായ ജലത്തിലേക്ക് നിക്ഷേപിക്കുന്ന ഈ മീൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് വിസ്താരമുള്ള ഒരു കിണറ്റിലിട്ടു, കൂപത്തിലിട്ടു. അനന്തരം ഒരു കുളത്തിലും പിന്നെ സരസിലും ഇട്ടു. സരസിൽ എങ്ങും നിറഞ്ഞു. അതാണ് ഈ ശ്ലോകത്തിലെ പരാമർശം. ക്ഷിപ്തഞ്ജലേ തം ജഗതം വിലോക്യ നിന്നെ അമ്പുപാത്രേണ മുനി സ്വഗേഹം സ്വൽപേരഹോഭി കലശിം ചകൂപം വാവി സരച്ചാനശിഷേ വിഭോത്വം. മുനി ജലക്ഷിപ്തം, മുനിയെ കൈക്കുള്ളില് അല്ലേ, നമ്മൾ അതിനെ എന്താ പറയാൻ പറ്റും, കൈക്കുടന്നയിൽ ഇങ്ങനെ വെച്ച് വെള്ളം താഴെ പോകാതെ ഇങ്ങനെ രണ്ട് കൈയും ചേർത്ത് കോരിയെടുക്കുമ്പോൾ ആ കൈക്കുടന്നയിലിരിക്കുന്ന ആ കണ്ട മീനിനെ ആ ജലത്തിലേക്ക് നിക്ഷേപിച്ചു. എന്താ, മുനി ജലേ ക്ഷിപ്തം, ജലത്തിലേക്ക് ക്ഷിപ്തം നിക്ഷേപിച്ചു. ആ മീനെ ചകിതം, ഭയപ്പെട്ട് ഭയചകിതനായി താൻ വിലോക്കിയ, അല്ലേ? അങ്ങനെ ആ മീനിന്റെ സ്വരൂപത്തിലുള്ള അങ്ങ് ഭയചകിതനായി വിലോക്കിയ, അങ്ങ് ഭയപ്പെട്ടവനെ കണ്ടിട്ട് ഭഗവാനോട് പറയാണ്, ഭഗവാനെ, മത്സ്യസ്വരൂപിയായി അങ്ങ് ഭയപ്പെട്ടതായി കണ്ടിട്ട് ത്വാം, ആ നിന്തിരുവടിയെ ഭഗവാനെ അമ്പുപാത്രേണ ജലപാത്രത്തിലാക്കി, തന്റെ കമണ്ടലുവിലാക്കി, സ്വഗേഹേ, സ്വന്തം ഗ്രഹത്തിലേക്ക് നിന്നെ എന്ന് വെച്ചാൽ നിന്നെ നയിച്ചു കൊണ്ടുപോയി. നിന്നെ നയിച്ചു, വിദ്യാമണം നയിച്ചു, നിന്നെ നയിച്ചു കൊണ്ടുപോയി. അപ്പോഴോ പിന്നത്തെ സംഭവിക്കുന്നത്, വിഭോ ത്വം, അയ്യോ സർവ്വവ്യാപിനായ ഭഗവാനെ, അങ്ങക്ക് എന്താണ് അസാധ്യമായിട്ടുള്ളത്? സ്വല്പസമയം കഴിഞ്ഞപ്പോൾ, കുറച്ച് ദിവസങ്ങൾക്കകം, അഹസ് പകല്, ഇപ്പൊ ദിവസം എന്ന് അർത്ഥമുണ്ട്. സ്വല്പം ദിവസം കഴിഞ്ഞപ്പോൾ, സ്വൽപ്പേഹി അഹോഫിഹി, അല്പ ദിവസം കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ അല്പസമയം കഴിഞ്ഞപ്പോൾ, കലശത്തിൽ നിറഞ്ഞു കവിഞ്ഞു, ഇല്ലേ? പിന്നെ കൂപത്തിലാക്കി, കലശം കുടത്തിൽ നിറഞ്ഞു, കൂപത്തിലാക്കി, കിണറ്റിലാക്കി, കിണറും നിറഞ്ഞു കവിഞ്ഞു, വാപി കുളത്തിലാക്കി, പിന്നെ സരസിലാക്കി, ആനശിഷേ നിറഞ്ഞു കവിഞ്ഞു, വലിപ്പം കൂടിക്കൊടുന്നു ആനശിഷേ. ഇതാണ് സംഭവിക്കുന്നത്. ക്ഷിപ്തഞ്ജലേ ദം ജഗിതം വിലോക്യ നിന്നംബുപാത്രേണ മുനിം സ്വഗേഹം സ്വൽപേരഹോഫി കലശിം ചകൂപം വാവി സരച്ചാനശിഷേ വിഭവത്വം. ഇനി എന്താണ് സംഭവിക്കുന്നത്? അടുത്ത ശ്ലോകം. ഇവിടെ യോഗപ്രഭാവാ ഫവദാജ്ഞയൈവ നീതസ്തതസ്തം മുനിനാ പയോധിം പൃഷ്ടോ മുനാ കൽപ്പദിദൃക്ഷുമേനം സപ്താഹമാസേതി വദൻ അയാസി. യോഗപ്രഭാവാ ഫവദാജ്ഞയൈവ നീതസ്തതസ്തം മുനിനാ പയോധിം പൃഷ്ടോ മുനാ കൽപ്പദിദൃക്ഷുമേനം സപ്താഹമാസേതി വദൻ അയാസി. തഥാ അനന്തരം ഭവദാജ്ഞ, ഭഗവാനെ അങ്ങയുടെ ആജ്ഞയാൽ തന്നെ, മുനിന, ആ മുനിയായ സത്യവ്രതൻ, യോഗപ്രഭാവാത്, തന്റെ യോഗശക്തി കൊണ്ട്, പയോധി, സമുദ്രത്തിലേക്ക്, നീതക, നയിക്കപ്പെട്ടു അങ്ങ്, ത്വം, അങ്ങനെ സമുദ്രത്തിലേക്ക് നയിക്കപ്പെട്ട അങ്ങ്, അമുന, പൃഷ്ടോ അമുന, ഈ സത്യവ്രതനാൽ ചോദിക്കപ്പെട്ടതനുസരിച്ച്, പറയപ്പെട്ടതനുസരിച്ച്, അമുന ചോദിച്ചതനുസരിച്ച്
കൽപ്പദിദൃശം, കൽപ്പദിദൃശം, കൽപ്പം, കൽപ്പകാലം ദിദൃശം, കൽപ്പകാലം ദിദൃശം, കൽപ്പകാലം അവസാനിക്കുന്നത്, കൽപ്പത്തെ കണ്ടിട്ട് അടുത്തത് എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവനായിട്ട്. സപ്താഹം ആസ്വ, സപ്താഹം ആസ്വ, സപ്താഹം ആസ്വ 7 ദിവസം കാത്തിരിക്കൂ എന്ന് ഇതിവദൻ എന്നിപ്രകാരം പറഞ്ഞിട്ട് അയാസി അങ്ങ് മറന്നുപോയി. യോഗപ്രഭാപാത് ഭവദാജ്ഞൈവ നീതസ്തതസ്ഥം മുനിന പയോധി പൃഷ്ടക അമുന കൽപ്പ ദിദൃക്ഷു ഏനം സപ്താഹം ആസ്വ ഇതി വദൻ അയാസി. വായിക്കാൻ പ്രയാസമില്ലല്ലോ. അപ്പൊ നമ്മളിത് കേൾക്കുമ്പോഴത്തേക്ക് അർത്ഥം പറയുമ്പോൾ ഒരു ആശയക്കുഴപ്പമുണ്ടാകും. അർത്ഥം കുട്ടി വായിക്കുമ്പോൾ എങ്ങനെ? അനന്തരം ഭഗവാന്റെ ആജ്ഞയാൽ തന്നെ സത്യവ്രത മുനിയാൽ യോഗശക്തി കൊണ്ട് സമുദ്രത്തിലേക്ക് നയിക്കപ്പെട്ട നിന്തിരുവടി ഈ സത്യവ്രതനാൽ അഭ്യർത്ഥിക്കപ്പെട്ടവനായിട്ട് പ്രളയം കാണാൻ കൊതിക്കുന്ന അദ്ദേഹത്തോടെ 7 ദിവസം കാത്തിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മറന്നുപോയി അങ്ങ്. അപ്പൊ അദ്ദേഹത്തിന് വലിയ ആഗ്രഹം ഈ മീനിനോട് ചോദിച്ചത് പ്രളയം വന്ന് കണ്ടാൽ കൊള്ളാം എന്നാണോ ചോദിച്ചത്? ഇങ്ങനെയാണ് മേൽപ്പത്തിൽ എഴുതി വെച്ചപ്പോൾ അർത്ഥം ഇങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനല്ല സംഭവം. ഭാഗവതത്തിൽ നോക്കുമ്പോഴേ ഈ മീനിന്റെ, അതായത് താന് തൻ്റെ ജലപാത്രത്തിൽ കൊണ്ടുപോയ മീന് നിമിഷങ്ങൾക്കൊക്കെ വളർന്നിട്ട് എനിക്കിവിടെ ശ്വാസപ്പെടുന്നു, മുനെ എന്നെ മോചിപ്പിക്കൂ, കുറച്ചുകൂടെ വലിയ പാത്രത്തിലാക്കൂ. അപ്പോൾ വലിയൊരു കലശക്കുടത്തിലിട്ടു. അതിനകത്തുനിന്നും പെട്ടെന്ന് വളർന്നിട്ട് പറഞ്ഞു എനിക്ക് ശ്വാസം വിട്ടുന്നു. വീണ്ടും കുറച്ചുകൂടെ വലിയ പാത്രത്തിൽ. അങ്ങനെ അവസാന നിമിഷം ഈ മത്സ്യസ്വരൂപനായ ഭഗവാന്റെ ആജ്ഞയനുസരിച്ചാണ് പയോധിയിൽ തൻ്റെ യോഗശക്തി കൊണ്ട് ഈ സത്യവ്രത രാജർഷി നിക്ഷേപിക്കുന്നത്. ആ സമയത്ത് തന്നെ ഈ മീൻ ഇങ്ങനെ പറഞ്ഞിട്ട് മീനിന്റെ വലിപ്പം കൂടുന്ന സമയത്ത് തന്നെ ശരിയായിട്ടും ഇതാരാണ്? സാക്ഷാൽ ഈശ്വരൻ തന്നെയാണ്, മഹാവിഷ്ണു തന്നെയാണെന്ന് ആ രാജർഷി തന്റെ ധ്യാനശക്തി കൊണ്ട്, തന്റെ ജ്ഞാനശക്തി കൊണ്ട്, പ്രാന്തദൃശ്യത്വം കൊണ്ട്, തന്റെ തപസിദ്ധി കൊണ്ട് ശരിയായ തരത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. മനസ്സിലാക്കിയിട്ട് ധാരാളം സ്തുതികളെ കൊണ്ട് ആ ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്. അതിനകത്ത് അല്ലേ, നൂനന്തം ഭഗവൻ സാക്ഷാം ഹരിർനാരായണോ അവ്യയ അനുഗ്രഹായ ഭൂതാനം തൽസേ രൂപം ജലൗകസാം. നൂനന്തം ഭഗവാൻ സാക്ഷാം ഹരിർനാരായണോ അവ്യയ അനുഗ്രഹായ ഭൂതാനാം തൽസേ രൂപം ജലൗകസാം. സർവേ ലീലാവതാരസ്തേ ഭൂതാനം ഭൂതിഹേതവ ജാതമിച്ഛാമി അദ്യഃ രൂപം യഥാർത്ഥം ഭവതാധൃതം. ഇങ്ങനെ ചോദിക്കുന്നു, ഭഗവാനോട് ചോദിക്കുകയാണ്. ഭഗവാന്റെ ദീപ്യമായ സ്വരൂപം കണ്ടിട്ട് ഈ സമുദ്രത്തിലേക്ക് കൊണ്ടിട്ടിട്ട് ചോദിക്കുകയാണ്. തന്റെ യോഗശക്തി കൊണ്ട് സമുദ്രത്തിലേക്ക് ഭഗവാനെ, മത്സ്യസ്വരൂപ ഭഗവാനെ നിക്ഷേപിച്ചതിന് ശേഷം ആ ഋഷി ചോദിക്കുകയാണ്, നൂനന്തം, ഒരു കുറവുമില്ല, ഉറപ്പാണ്. നൂനന്തം ഭഗവാൻ സാക്ഷാൽ ഹരിർ നാരായണൻ, അവ്യയൻ, അവ്യയസ്വരൂപനായ, ഒരിക്കലും നാശമില്ലാത്ത സത്യം ചിത്ത് ആനന്ദ സ്വരൂപനായ സാക്ഷാൽ ഹരിയാണ്, നാരായണ സ്വരൂപന ഹരി തന്നെയാണ് അങ്ങ്. അനുഗ്രഹായ ഭൂതാനം, എല്ലാ ഭൂതജാലങ്ങളെയും അനുഗ്രഹിക്കുന്നതിന് വേണ്ടി തൽസേ ധരിക്കുന്നു. രൂപം ജലൗകസം, ജലജീവിയുടെ രൂപത്തെ, ഈ മീനിന്റെ രൂപത്തെ, ജലൗകസം ജലജീവിയുടെ ഔഗസിനെ രൂപത്തെ ധരിച്ചിരിക്കുന്നു അല്ലേ. അതായത് 8ാം സ്കന്ധത്തിലെ 24ാം അധ്യായത്തിലെ 27ാമത്തെ ശ്ലോകമാണ്. അത് ശ്രീമദ് ഭാഗവതം മൂലമുള്ളവർ നോക്കണം. 8ാം സ്കന്ധത്തിലെ 24ാം അധ്യായത്തിലെ 27 ശ്ലോകമാണ്, 27ാം ശ്ലോകമാണ്. 27ഉം 29ഉമാണ് ചെല്ലാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്നതിന് അർത്ഥം പറയാണ്. നൂനന്തം ഭഗവാൻ സാക്ഷാൻ ഹരിർ നാരായണോ അവ്യയ അനുഗ്രഹായ ഭൂതാനം തൽസേ രൂപം ജലൗകസാം. അല്ലയോ ഭഗവാനെ, അങ്ങ് സാക്ഷാൽ ഹരിനാരായണനാണ്, അവ്യയസ്വരൂപനായ സച്ചിദാനന്ദ സ്വരൂപനായ സർവ്വ അന്തര്യാമിയായിരിക്കുന്ന ഭഗവാനാണ് എന്ന് ഞാനിതാ മനസ്സിലാക്കുന്നു. എന്തിനു വേണ്ടിയാണ്? അങ്ങ് ഭൂതജാലങ്ങളെ, തന്റെ സൃഷ്ടിജാലങ്ങളെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ദിവ്യമായ ഈ ജലസ്വരൂപത്തിന്റെ രൂപത്തെ ധരിച്ചിരിക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സർവേ എല്ലാം ലീലാവതാരസ്ഥ, എല്ലാം അങ്ങയുടെ ലീലകളാണ്. അവതാരങ്ങളെല്ലാം അങ്ങയുടെ ലീലകൾ മാത്രമാണ്. എന്തിനു വേണ്ടിയാണ്? ഭൂതാനം, ഭവിച്ചതെല്ലാം ഭൂതം, ഉണ്ടായതെല്ലാം ഭൂതമാണ്. ഇവിടെ എല്ലാം ജനിച്ച എല്ലാത്തിനും വേണ്ടി, എല്ലാ ഭൂതങ്ങൾക്കും വേണ്ടി, എല്ലാ ചരാചരങ്ങൾക്കും വേണ്ടി ഭൂതഹേതവ, ഭൂതങ്ങളെ എല്ലാ ഇഷ്ടങ്ങളും ഹിതങ്ങളും അറിയുന്ന ഭഗവാൻ
തന്റെ സൃഷ്ടിജാലങ്ങളിലെ നന്മയെ കരുതിയാണ് ലീലാവതാരങ്ങൾ എടുക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാനും ഇച്ഛാമി, ഞാൻ ആഗ്രഹിക്കുന്നു. അതാ ഇപ്പോൾ രൂപം, അദ്യരൂപം, ഈ രൂപം യഥാർത്ഥം എന്തിനു വേണ്ടിയാണ് അങ്ങ് സ്വീകരിച്ചത്? ഭവതാധൃതം, എന്തിനു വേണ്ടി അങ്ങ് ഇപ്പോഴും സ്വീകരിച്ചു? എനിക്കിത് അറിയാനുള്ള ആഗ്രഹമുണ്ട് ഭഗവാനെ എന്ന് പറയുമ്പോൾ ഭഗവാൻ പറയുന്നു, ഒരു കാര്യം ചെയ്യുക, ഇന്നത്തേക്ക് 7 ദിവസം കഴിയുമ്പോൾ കൽപ്പം അവസാനിക്കും, ബ്രഹ്മാവന്റെ പകൽ അവസാനിക്കും, പ്രളയം വരും. പ്രളയം വരുമ്പോഴേ എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ പറയുന്നു, അപ്പോഴേ ആ പ്രളയം സംഭവിക്കുമ്പോൾ എന്താണ് നടക്കുന്നത് നിനക്ക് ബോധ്യപ്പെടും. 7 ദിവസം കാത്തിരിക്കുക. ഇതാണ് പറയുന്നത്, 7 ദിവസം കാത്തിരിക്കുക. എന്നിട്ട് പറയുന്നു, ഭൂമി ഒരു തോണിയുടെ രൂപം, നൗകയുടെ രൂപം സ്വീകരിച്ചിട്ട് ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളിലെയും ആ ജീവത്വത്തിനെ സൂക്ഷ്മ രൂപത്തിൽ അതിലേക്ക് ആവഹിക്കും. ആ തോണിയിലേക്ക് ആവഹിച്ചുകൊണ്ട് വരുമ്പോഴേ സപ്തർഷികളോട് കൂടി നീ ആ പ്രളയ ജലത്തിൽ നിന്ന് ഈ നൗകയിൽ പ്രവേശിക്കണം. പ്രവേശിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അവിടെ എത്തുമ്പോൾ ഏകശൃംഖനായിട്ടുള്ള ഒറ്റക്കൊമ്പനായ ഒരു വലിയ മത്സ്യമായിട്ട് ഞാൻ വരും. ഒരു ശൃംഖമായിട്ട് ഏകശൃംഖധരനായി ഞാൻ എത്തും. അപ്പൊ എന്നെ ആ തോണി, എന്റെ ശൃംഖത്തിലേക്ക് ആ തോണിയെ നീ കെട്ടാനുള്ള കയറെന്താണ്? ആ സമയത്ത് കയറിന്റെ രൂപത്തില് വാസുകി അവിടെ ആവിർഭവിക്കും. വാസുകിയെ ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇത് പറയുന്നു, ഇതാണ് ഇവിടുത്തെ പരാമർശം. അപ്പൊ ഇനി നോക്കിയാട്ട്, കൽപ്പ ദിദൃഷ്ടും ഏനം സപ്താഹമാസ, അങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞു, കൽപ്പാന്തകാലം കാണാൻ നിനക്ക് സാധിക്കും. 7 ദിവസം കാത്തിരിക്കുക, ചിത്രം കിട്ടും. അന്നേരം നിനക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലാകും. ഭാഗവത്തിലെ ചോദ്യത്തിന്റെ ഉത്തരവാണ് ഏതാ? സർവേ ലീലാവതാരസ്തേ ഭൂതാനം ഭൂതിഹേതവേ ജ്ഞാനം ഇച്ഛാമി അദ്യ രൂപം യഥാർത്ഥം ഭവതാധൃതം. ഭഗവാനെ അങ്ങ് അവ്യസ്വരൂപനായ സാക്ഷാൽ ശ്രീപദ് നാരായണനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഭൂതജാലങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി അങ്ങ് ദിവ്യമായ ഈ ജലജീവിയുടെ സ്വരൂപം സ്വീകരിച്ചതാണ്. അങ്ങ് എപ്പോഴും അങ്ങയുടെ പ്രജകളിലെ, അങ്ങയുടെ സൃഷ്ടിജാലങ്ങളിൽ കരുണാമയനാണ്. എങ്കിലും അങ്ങ് എന്തിനാണ് ഇപ്പോൾ ഈ രൂപം ധരിച്ചതെന്ന് എനിക്കൊന്ന് മനസ്സിലാക്കി കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ നിർദ്ദേശം കൊടുത്തിട്ട് ഭഗവാൻ പറയാണ്, മുനേ രാജർഷേ, നിങ്ങൾ 7 ദിവസം കാത്തിരിക്കുക. അപ്പം 7 ദിവസം വരെ പകലുള്ളൂ. അപ്പൊ കൽപ്പം വരും, അപ്പം നിനക്കെല്ലാം ബോധ്യപ്പെടും, ഇതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞേൽപ്പിക്കുകയാണ്. അതുകൊണ്ട് ചേർത്ത് വായിക്കുമ്പോഴേ നമുക്ക് ഇതിന്റെ അർത്ഥം കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഭഗവാനെ കണ്ടിട്ട് കൽപ്പകാലം കാണിക്കണമെന്ന് പറയുകയാണ്. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം പോലെ പട്ടിണിയും പരവട്ടം കൊണ്ട് വീർപ്പ് മുട്ടി ഒരാള് വളരെ നേരത്തെ ക്യൂ നിന്ന് മഹാരാജാവിന്റെ അടുത്ത് ചെന്നപ്പോൾ ചെന്ന് പറയും, എനിക്കൊരു കുമ്പളങ്ങ വേണം എന്ന് പറയുന്ന പോലെ നമുക്ക് തോന്നിപ്പോ നിസ്സാരമായിട്ട്. അതുകൊണ്ട് ഭാഗവതമാണ് അടിസ്ഥാനം. യോഗപ്രഭാവാ തവദാജ്ഞയൈവ നീതസ്തതസ്തം മുനിനാ പയോധിം പൃഷ്ടോ അമുന കൽപ്പ ദിദൃക്ഷുമേനം സപ്താഹമാസേതി വദൻ അയാസിം. അടുത്തത് 5-ാമത്തെ ശ്ലോകം. പ്രാപ്തേ തുദുക്തേ അഹനി വാരിധാരാ പരിപ്ലൂതേ പ്രാപ്തേ ത്വദുക്തേ അഹനി വാരിധാര പരിപ്ലൂതേ ഭൂമിതലേ മുനീന്ദ്രഃ സപ്തർഷിഭിഃ സാർദ്ധം അപാരവാരിണീം ഉത്കൂർണമാന ശരണം യയോത്വം. പ്രാപ്തേ ത്വദുക്തേ അഹനി വാരിധാര പരിപ്ലൂതേ ഭൂമിതലേ മുനീന്ദ്രഃ സപ്തർഷിഭിഃ സാർദ്ധം അപാര വാരിണി ഉത്കൂർണമാന ശരണം യയോതാം. പ്രാപ്തേ ത്വദുക്തേ അഹനി വാരിധാര പരിപ്ലൂതേ ഭൂമിതലേ മുനീന്ദ്ര. പ്രാപ്തേ ത്വദുക്തേ അഹനി വാരിധാര പരിപ്ലൂതേ ഭൂമിതലേ മുനീന്ദ്ര സപ്തർഷഭി സാർദ്ധം അപാരവാരിണീം ഉത്കൂർണമാന ശരണം യയോതാം. തുതുക്തേ, അങ്ങനെ ഭഗവാൻ അരുളി ചെയ്തതനുസരിച്ച് അഹനി ആ ദിവസം വന്നു. 7 ദിവസം കഴിഞ്ഞപ്പോൾ പ്രളയം വന്നു. ആ പ്രളയ ദിവസം വന്നപ്പോൾ, പ്രളയ സമയം വന്നപ്പോൾ അഹനി പ്രാപ്തേ, അങ്ങനെ വന്നപ്പോൾ ഭൂമിതലേ, ഈ ഭൂമിയെല്ലാം, കാണായ ഭൂമിയെല്ലാം വാരിധാര
വാരി ജലത്തിന്റെ ധാര, നമ്മൾ പറയത്തില്ലേ തുമ്പിക്കൈ വണ്ണത്തിൽ മഴ പെയ്യുക പറയത്തില്ല, അങ്ങ് വാരിധാര. ആ ഈ പ്രളയമേഘങ്ങൾ പെയ്തിറങ്ങി, വാരിധാര കൊണ്ട് പ്രളയമേഘങ്ങളെ കൊണ്ട് പെയ്തിറങ്ങിയപ്പോൾ പരിപ്ലൂതം മുങ്ങിപ്പോയി. ഈ ഭൂമിയെല്ലാം പ്രളയമേഘ വർഷം കൊണ്ട് മുങ്ങിപ്പോയപ്പോൾ ത്വതുക്തി അഗ്നിപ്രാപ്തി ഭൂമിതലേ വാരിധാര പരിപ്ലൂതേ, അങ്ങനെ പ്രളയമേഘധാര കൊണ്ട് ഭൂമി മുഴുവൻ മുങ്ങിപ്പോയപ്പോൾ മുനീന്ദ്രനായ സപ്തർഷിയായ രാജർഷിയായ സത്യവ്രത രാജർഷി അതാ മുനീന്ദ്ര സപ്തർഷിമാരോടൊപ്പം സാർദ്ധം കൂടെ, സപ്തർഷി സാർദ്ധം അപാരമായ വാരിണി ജലം, അപാരമായ, ഇപ്പൊ അന്ത്യമില്ലാത്ത പ്രളയജലത്തിൽ എല്ലായിടത്തും വെള്ളം കൊണ്ട് നിറഞ്ഞു, അപാരം, കരകാണാ കടലിൽ പ്രളയജലത്തിൽ. ഉത്കൂർണമാന എന്തോ കൂർണനം ചെയ്യുക എന്ന് വെച്ചാൽ കറങ്ങുക, ഉത്കൂർണമാനം ചുഴറ്റി കറക്കുക. ആ ചുഴിയിലൊക്കെ പെട്ട് പ്രളയജലത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകുന്നവനായി വിഷമിച്ചു. സപ്തർഷികളും ഈ രാജാവും രാജർഷി 8 പേരും ചുറ്റിത്തിരിഞ്ഞ് വിഷമിക്കുക. ആ വിഷമിക്കുന്ന സമയത്ത് ഉത്കൂർണമാനായി ചുറ്റിത്തിരിഞ്ഞു. ആ തിര ഇളക്കത്തില്, അതിശക്തമായ പ്രളയജലത്തിന് തിരയുടെ ആ ഗതി അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലയ്ക്കപ്പെട്ടു. ഉത്കൂർണമാനം കറങ്ങി തിരിഞ്ഞു. അങ്ങനെ ആ സമയത്ത് ത്വാം ശരണം ചെയ്യൂ, അങ്ങേ തന്നെ ശരണം പ്രാപിച്ചു, ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചു. പ്രാപ്തേ ത്വദുക്തേഹിനി വാരിധാര പരിപ്ലൂതേ ഭൂമിതലേ മുനീന്ദ്ര സപ്തർഷവി സാർത്ഥ അപാരവാരിണീം ഉത്കൂർണമാനം ശരണം യയോധം. വാരിണിയിൽ കിടന്ന്, വാരിണി സമുദ്രത്തിൽ കിടന്ന് നട്ടം തിരിയാൻ തുടങ്ങിയ സമയത്ത് ആവതി കിം കരണീയം സ്മരണീയം കേശവപാദ പങ്കജം, ഇല്ലേ? ഭഗവാനെ തന്നെ സ്മരിച്ചു, വേറെ മാർഗമില്ലല്ലോ. ഇനി അടുത്ത ശ്ലോകത്തിൽ എന്താ പറയുന്നത്? ധരാം ത്വദാദേശകരീം അവാപ്താം നൗരൂപിണി ആരുരുഹു തഥാ തേ തത് കംബ്രേഷു ച തേഷു ഭൂയഃ, അല്ലേ? തത് കംബ്രേഷു ച തേഷു ഭൂയഃ ത്വം അംബുദേ ആവിരഭൂർ മഹീയാൻ. ത്വം അംബുദേ ആവിരഭൂർ മഹീയാൻ. ധരാം ത്വദ് ആദേശകരീം അവാപ്താം നൗരൂപിണീം ആരുരുഹു തഥാ തേ തത് കംബ്രേഷു ച തേഷു ഭൂയഃ ത്വം അംബുദേ ആവിരഭൂഹു മഹ്യാൻ. ആവിരഭൂഹു പ്രത്യക്ഷപ്പെട്ടു. തഥാ തേ, ആ സമയത്ത് അവരെ, ഈ 8 പേര് സപ്തർഷികളും സത്യവ്രതനും കൂടി ത്വദാദേശകരി, അങ്ങയുടെ കൽപ്പന അനുസരിച്ച്, അങ്ങയുടെ ആ കൽപ്പന അനുസരിച്ച് നൗരൂപിണി നൗകയുടെ രൂപത്തില്, നൗകയുടെ രൂപത്തില് അവാപ്തം വന്നെത്തിയ ധരാം ആ ഭൂമിയാകുന്ന ഭൂമിദേവി നൗകയുടെ സ്വരൂപത്തിൽ വന്നപ്പോൾ ആ നൗകയിലേക്ക് ആരുരൂഹു കയറി പ്രവേശിച്ചു. അർത്ഥം മനസ്സിലായല്ലോ? ആ ഭൂമിദേവി സകല സസ്യ ജന്തുജാലങ്ങളെയും ബീജരൂപത്തിൽ, അതിനെ ബീജരൂപങ്ങളെ ആവാഹിച്ച് അതിനകത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്താണ് നൗകാരൂപിണിയായ ഭൂമിദേവിയുടെ വന്നത്. എന്നിട്ടോ പിന്നെന്താണ്? ധരാം ത്വദ ആദേശകരീം അവാപ്ത നൗരൂപിണിയും ആരുരൂപ സ്ഥതാതെ. അതിനുശേഷം എന്താ? തേഷു അവര് തത് ആ സമയത്ത് കമ്പകംബ്രേഷു എന്ന് വെച്ചാൽ അതിശക്തമായ ഇളക്കത്താൽ ഭയപ്പെട്ടു പോയി. ആ ഭയപ്പെട്ട് ആ വിറകൊണ്ട സമയത്ത്, ആ കമ്പനം ചെയ്ത സമയത്ത്, തിരയിളക്കത്താൽ കമ്പകംബ്രേഷു ഇളക്കം കൊണ്ട് ആ വിറയ്ക്കുന്ന ശരീരികളായി തീർന്നപ്പോൾ ഭൂയഹ വീണ്ടും, ഭൂയഹത്വം
അംബുദേ, ആ പ്രളയജലത്തിലെ, ആ പ്രളയാംബുദിയിലെ അംബുദേ ത്വം ആവിരഭൂഹു, ആവിരഭൂഹു അങ്ങ് പ്രത്യക്ഷപ്പെട്ടു. എങ്ങനെയാണ്? മഹീയാൻ, മഹത്തായ ആകൃതി പൂണ്ട് പ്രത്യക്ഷപ്പെട്ടു. ധരാം ത്വദാദേശകരീമവാപ്താം നൈരൂപിണീം ആരുരുഹുസ്തദാത്തെ തദ്ഗംബഗംബ്രേഷു ച തേഷു ഭൂയ ത്വം അംബുദേ ആവിരഭൂത് മഹീയാൻ. ആവിരഭൂത് മഹിയാൻ, മഹത്തായ സ്വരൂപത്തിലൂടെ പ്രത്യക്ഷപ്പെട്ടു. ഇനി എന്ത് ചെയ്യുന്നു? അടുത്ത ശ്ലോകം. നമ്മൾ കഥ പറഞ്ഞതാണ്, ആ പരാമർശം മാത്രമേ എത്തുള്ളൂ. 7ാമത്തെ ശ്ലോകം. ഛഷാകൃതിം യോജനലക്ഷദീർഘാം ദദാനമുച്ചസ്തര തേജസം ത്വം നിരീക്ഷതുഷ്ടാ മുനേസ്ത്വദുക്ത ത്വത്തുംഗശൃംഗേ തരണീം ബബന്ധോ. ഛഷാകൃതിം യോജനലക്ഷദീർഘം ദദാനമുച്ചസ്തര തേജസം ത്വം നിരീക്ഷതുഷ്ടാ മുനേസ്ത്വദുക്ത ത്വത്തുംഗശൃംഗേ തരണീം ബബന്ധോ. മുനേഹ, ആ മുനിമാര്, ഈ 8 പേരും കൂടി യോജന ലക്ഷദീർഘം ഛഷാം, ലക്ഷയോജന വിസ്താരമുള്ള മത്സ്യാകൃതി ധരിച്ചവനും, അല്ലെ, ദശാകൃതിയും ദദാനം, യോജന ലക്ഷദീർഘം ദശാകൃതിയും ദദാനം ഉച്ചൈസ്തര തേജ, ഉച്ചൈസ്തരമായ വർദ്ധിച്ച് വരുന്ന അതിമഹാ തേജസ്വിയായി തീർന്നിരിക്കുന്ന താം നിരീക്ഷ, മഹാ തേജസ്സോടുകൂടി വന്ന ആ അങ്ങേ നിരീക്ഷിച്ചിട്ട് കണ്ടിട്ട് തുഷ്ട, ആനന്ദത്തിൽ മുഴുകി. എന്നിട്ടോ ത്വദുക്ത, അവിടുത്തെ കൽപ്പന പ്രകാരം ത്വത്തുംഗശൃംഗേ, അങ്ങയുടെ ഉയർന്ന ഒറ്റക്കൊമ്പിലെ, ആ ഉയർന്ന ശൃംഗത്തിലെ കൊമ്പില്, അല്ലേ, ഏക ശൃംഗനായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്, അല്ലേ? അദ്ദേഹത്തിന്റെ അവതാരം എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ്? ഏക ശൃംഗധരനാണ്. മത്സ്യശ്രീ ഭഗവാൻ ഒരു കൊമ്പ് മാത്രമാണ് ഉള്ളത്. ആ കൊമ്പിലേക്ക് തരണീം, തരണം ചെയ്യാൻ സഹായിക്കുന്ന തരണി. ഇവിടെ എന്താണ്? നൗക. തരണം ചെയ്യാൻ സഹായിക്കുന്ന തരണി. ആ നൗകയെ ബന്ധിച്ചപ്പോഴേ ഭാഗവത്തിൽ പറയുന്നുണ്ട്, ബന്ധിക്കാനെടുത്ത കയറ് വാസുകിയാണ്. ദശാകൃതിം യോജന ലക്ഷദീർഘം ദദാനമുച്ചൈസ്തര തേജസം ത്വം നിരീക്ഷതുഷ്ടാം മുനേസ്തദുക്താം ത്വത്തുംഗശൃംഗേ തരണീം ബബന്ധു. ബബന്ധു വിദ്യാമണ്ണം ബന്ധിച്ചു. ബബന്ധു വിദ്യാമണ്ണം ബന്ധിച്ചു. ഇനി ഭഗവാൻ എന്താ ചെയ്തത്? ആകൃഷ്ടനൗകോ മുനിമണ്ഡലായ പ്രദർശയൻ വിശ്വജഗത് വിഭാഗാൻ. ആകൃഷ്ടനൗകോ മുനിമണ്ഡലായ പ്രദർശയൻ വിശ്വജഗത് വിഭാഗാൻ. ആകൃഷ്ടനൗകോ മുനിമണ്ഡലായ പ്രദർശയൻ വിശ്വജഗത് വിഭാഗാൻ സംസ്തൂയമാനോ നൃവരേണ തേന ജ്ഞാനം പരം ചോപദിശൻ ആചാരി. ആകൃഷ്ടനൗക മുനിമണ്ഡലായേ പ്രദർശൻ വിശ്വജഗത് വിഭാഗാൻ സംസ്തൂയമാനഃ നൃവരേണ തേന ജ്ഞാനം പരം ച ഉപദിശൻ ആചാരി. ഇതെന്താണ് പറഞ്ഞിരിക്കുന്നത്? ത്വം ആകൃഷ്ടനൗക, മത്സ്യമൂർത്തിയായ ഭഗവാൻ ഭൂമിയാകുന്ന ആ നൗകയെ ആകർഷിച്ചുകൊണ്ട് നടന്നു. എന്നുവെച്ചാൽ ഭഗവാൻ പോകുന്നതിന്റെ കൂട്ടത്തിൽ ഭഗവാന്റെ ആകർഷണത്തിൽപ്പെട്ട് ആ നൗകയും കൂടെ പോവുകയാണ്. അതായത് വലിച്ചുകൊണ്ട് പോയെന്നർത്ഥം. ആകർഷിക്കപ്പെട്ടു അല്ലെങ്കിൽ ബന്ധിക്കപ്പെട്ടത് കൊണ്ട് കൂടെ പോവുകയാണ്. അങ്ങനെ മുനിമണ്ഡലായ സത്യവ്രതാദികളായ മുനി സമൂഹത്തിന്, മുനി മണ്ഡലത്തിന് വിശ്വജഗത് വിഭാഗൻ, ഈ വിശ്വത്തിലെ എല്ലാ പ്രദേശങ്ങളെയും പ്രദർശകൻ കാണിച്ചു കൊടുത്തു. ഓരോന്ന് പറഞ്ഞ്, കണ്ടോ, ഇവിടെയാണ് ഇന്ന പർവ്വതം ഉണ്ടായിരുന്നത്, ഇവിടെ ഇന്ന് വിശിഷ്ട ക്ഷേത്രമായിരുന്നു, ഇതിന്റെ അടിയിൽ എല്ലാം കാണിച്ച് ആ പ്രദേശത്തെ എല്ലാം കാണിച്ചുകൊണ്ട് സഞ്ചരിച്ചു. അവിടെ എല്ലാം ആ പ്രളയജലത്തിന് മുഴുവനും ഈ നൗകയും വഹിച്ചുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ അനുസ്യൂതം സഞ്ചരിച്ചു. മുനിമണ്ഡലായ വിശ്വജഗത് വിഭാഗൻ പ്രദർശയൻ. അങ്ങനെ എല്ലാ പ്രദേശങ്ങളെയും വേണ്ടവണ്ണം പ്രദർശിപ്പിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് വിവരിച്ചു കൊടുത്തുകൊണ്ട് തേന നൃവരേണ, തേന ആ സത്യവ്രതനായ നൃപവരനാൽ, സത്യവ്രത രാജാവിനാൽ സംസ്തൂയമാന വഴിപോലെ സ്തുതിക്കപ്പെട്ടും പരജ്ഞാന ഉപദേശൻ, പരമമായ ജ്ഞാനത്തെ ഉപദേശിച്ചുകൊണ്ടും പരജ്ഞാന ഉപദേശം ച ആചാരി സഞ്ചാരം ചെയ്തു. അതായത് സത്യവ്രതന്റെ സ്തുതി ഭാഗവത്തിലെ പ്രധാനപ്പെട്ട 8 ശ്ലോകങ്ങളിൽ കൊടുത്തിട്ടുണ്ട്.
അപ്പോഴേ ആ സ്തുതിയൊക്കെ നല്ലപോലെ അങ്ങ് സ്തുതിച്ചിട്ട് ഭഗവാനോട് ഓരോ ചോദ്യങ്ങൾ ചോദിച്ചു. ഭഗവാന് ആ ചോദ്യങ്ങൾക്കൊക്കെ വേദാന്തപ്രധാനമായ മറുപടിയൊക്കെ കൊടുത്തു. അപ്പൊ ജ്ഞാനവൈരാഗ്യങ്ങളെ വർദ്ധിപ്പിക്കുന്ന മാർഗങ്ങളും ഇല്ലേ കൈവല്യ പ്രാപ്തിക്കുള്ള മാർഗങ്ങളും സത്യം ചിത്തും ആനന്ദമായ പരമാത്മാവിലേക്ക് എത്താനുള്ള മാർഗങ്ങളൊക്കെ ആ ഋഷിമാർക്കായിട്ട് ഉപദേശിച്ചു കൊടുത്തുകൊണ്ട് ഭഗവാൻ ആ പ്രളയജലത്തിൽ അനുസ്യൂതം ക്രീഡിച്ചു. അവരെ ചുറ്റിക്കൊണ്ട് നടന്ന് ആ പ്രളയജലത്തിൽ നല്ലപോലെ ആ പ്രളയത്തിന്റെ സഞ്ചാരത്തെ ശരിക്കും ആസ്വദിച്ചു. ആചാരി സഞ്ചാരം ചെയ്തെന്നർത്ഥം. ആകൃഷ്ടനോഗോ മുനിമണ്ഡലായ പ്രദർശയൻ വിശ്വജഗത് വിഭാഗൻ സംസ്തൂയമാനോ നിർവരേണ തേന ജ്ഞാനം പരം ചോപദിശൻ അചാരി. നീ അടുത്ത ശ്ലോകത്തിൽ പറയുന്നു എന്താ സംഭവിച്ചത്. കൽപ്പാവധോ സപ്തമുനീൻ പുരോവത് പ്രസ്താവി സത്യവ്രത ഭൂമിബന്ധം വൈവസ്വതാക്യം മനു ആദദാന ക്രോധാൻ ഹൈഗ്രീവം അഭിദ്രുതോഭൂ. കൽപ്പാവതോ സപ്തമുനിൻ പുരോവത് പ്രസ്താപ്യ സത്യവ്രത ഭൂമിബന്ധം വൈവസ്വതാക്യം മനുമാദദാന ക്രോധാത് ഹയഗ്രീവം അഭിദ്രുതോഭൂ. ഇങ്ങനെയാണ് മുറിച്ച് പറയുന്നത്. എങ്ങനെയാണ്? കൽപ്പാവതോ സപ്തമുനിൻ പുരോവത് പ്രസ്താപ്യ സത്യവ്രത ഭൂമിബന്ധം വൈവസ്വതാക്യം മനു ആദദാന ക്രോധാത് ഹൈഗ്രീവം അവിദ്രുത അഭു. എന്നാണ് കാണാം. കൽപ്പാവതു, അങ്ങനെ കൽപ്പം എത്തിയപ്പോഴേ, പകരെത്തിയപ്പോഴേ, അതായത് അല്ലെങ്കിൽ പ്രളയം അവസാനിച്ചപ്പോൾ സപ്തമുനി ഈ സപ്തർഷികളെ പുരോവത് പ്രസ്താവ്യ പണ്ടത്തെ പോലെ അതാത് സ്ഥാനങ്ങളിൽ ഉറപ്പിച്ചു. എന്താണ് ഈ സപ്തമുനികളുടെ പ്രധാന ധർമ്മം? വേദസംരക്ഷകരാണ് അവര്. വേദസംരക്ഷകരാണ്. അവരെ അതാത് സ്ഥാനങ്ങളിൽ വീണ്ടും പ്രതിഷ്ഠിച്ചു. പുരോവത് പ്രസ്താപ്യ കൽപ്പാവതോ കൽപ്പം തുടങ്ങിയപ്പോൾ, അതായത് അല്ലെങ്കിൽ പ്രളയം അവസാനിച്ചപ്പോൾ സപ്തമുനി പുരോവത് പ്രസ്താപ്യ അതാത് സ്ഥാനങ്ങൾ ഉറപ്പിച്ചു. തം സത്യവ്രതം ഭൂമിപം, ആ സത്യവ്രത രാജാവിനെ ഭഗവാൻ ആ സത്യവ്രത രാജാവിനെ എന്ത് ചെയ്തു? വൈവസ്വതാക്യം മനു, അടുത്ത 7ാമത്തെ മന്വന്തരത്തിലേക്കുള്ള വൈവസ്വതൻ എന്ന പേരോടുകൂടി മനുവാക്കി ആദദാന പ്രതിഷ്ഠിച്ചു. മനുവായി അവരോധിച്ചു ആദദാന. അതിനുശേഷം എന്ത് ചെയ്തു? ക്രോധാത് ഹൈഗ്രീവം, ക്രോധത്തോട് ഹൈഗ്രീവം, വേദത്തെ അപകരിച്ചുകൊണ്ട് ഹൈഗ്രീവം അഭിദ്രുത, ഹൈഗ്രീവനെ നേരെ പാഞ്ഞടുത്തു. അതിനുശേഷം അതികോപത്തോടുകൂടി ഹൈഗ്രീവിന്റെ സമീപത്തേക്ക് കോപത്തോടുകൂടി ഭഗവാൻ അതിവേഗത്തിൽ എത്തിച്ചേർന്നു. അതിദ്രുത അഭൂത്. അല്ലേ? ഈ വൈവസ്വത മനു, വിവസ്വാന്റെ പുത്രനായിട്ടാണ് വിവസ്വാൻ, സൂര്യന്റെ പുത്രനാണ്. അത് വൈവസ്വത എന്ന പേര് വന്നത്. ശ്രാദ്ധദേവൻ എന്ന അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹമാണ് പിന്നീട് മനുവായി തീരുന്നത്. കൽപ്പാവതോ സപ്തമുനിൻ പുരോവത് പ്രസ്താപ്യ സത്യവ്രത ഭൂമിബന്ധം വൈവസ്വതാക്യം മനുമാദദാന ക്രോധാത് ഹൈഗ്രീവം അഭിദ്രുതോഭൂ. ഇനി അടുത്ത ശ്ലോകം. സ്വതുംഗശൃംഗക്ഷതവക്ഷസം തം നിപാത്യദൈത്യം നിഗമാൻ ഗൃഹീത്വാ വിരിഞ്ചയെ പ്രീതഹൃദേ ദദാന പ്രപഞ്ച നാഗാരപദേ പ്രഭായ സ്വതുംഗശൃംഗക്ഷതവക്ഷസം തം നിപാത്യ ദൈത്യം നിഗമാൻ ഗൃഹീത്വാ വിരിഞ്ചയെ പ്രീതഹൃദേ ദദാന പ്രപഞ്ചനാഗാരപദേ പ്രഭായാ. എന്താ? സ്വതുംഗ, തൻ്റെ ഉയർന്ന ശൃംഗം, കൊമ്പിന്റെ ക്ഷതം കൊണ്ട്, അത് ഏൽപ്പിച്ച ക്ഷതം കൊണ്ട്, എവിടെ? വക്ഷസം തം, ആ കൊമ്പിന്റെ ക്ഷതം കൊണ്ട് വക്ഷസ്, ഹൃദയം, പിളർക്കപ്പെട്ട മാറിടത്തോടു കൂടിയ തം ദൈത്യം, ആ ദൈത്യനെ
ആ ദൈത്യനെ ഹയഗ്രീവനെ നിപാത്യ ആ വീഴ്ത്തിയിട്ട് അല്ലെങ്കിൽ വധിച്ചിട്ട് സ്വതുംഗ ശൃംഗക്ഷത വക്ഷസന്തം നിപാത്യ ദൈത്യം ആ അങ്ങനെ തന്റെ കൊമ്പ് കൊണ്ട് മാറ് കുത്തി പിളർന്ന് അസുരനെ വധിച്ചിട്ട് ദൈത്യം നിഗമാൻ ഗൃഹീത്വ നിഗമങ്ങൾ വേദങ്ങളെ ഗ്രഹീത്വ വേദങ്ങളെ തിരിച്ചെടുത്തിട്ട് എന്ത് ചെയ്തു? നിഗമാൻ ഗ്രഹീത്വ അതിനെ സ്വീകരിച്ചിട്ട് വേദങ്ങളെ വീണ്ടെടുത്തിട്ട് പ്രീതഹൃദയ വിരിഞ്ചെ സന്തുഷ്ടചിത്തനായ ബ്രഹ്മാവിന് ദദാനാത്വം അങ്ങ് ദാനം ചെയ്യുന്നവനായി തീർന്നു. അങ്ങ് ദാനം ചെയ്തുവല്ലോ. ദദാനത്വം അങ്ങനെ ദാനം ചെയ്യുന്നവനായ ഭഗവാനെ ഗുരുവായൂരപ്പ. ദദാനത്വം പ്രപഞ്ച നാഗാരവതെ. പ്രപഞ്ചൻ എന്ന് വെച്ചാൽ വായു പുരവതെ. നാഗാരവത നാഗാരം പുരം. വായു പുരവതെ അല്ലയോ ഗുരുവായൂരപ്പ എന്ന അഭിസംബോധന. ഗുരുവായൂരപ്പ പ്രപായ ത്വം പ്രപായ അങ്ങ് പ്രകർഷേണ പാലിച്ചാലും പ്രകർഷേണ പായാഹ പാലിച്ചാലും ഞങ്ങളെല്ലാം പാലിച്ചാലും പ്രകർഷേണ പാലിച്ചാലും. അങ്ങനെ ഈ ശ്ലോകത്തോടുകൂടി മേൽപ്പത്തൂര് മത്സ്യാവതാരം എന്ന ദശക സമർപ്പിക്കുന്നു. നമുക്കും മത്സ്യാവതാരമൂർത്തിയായി സ്വരൂപം സ്വീകരിച്ച് ലീലയാടിയ സാക്ഷാൽ ഗുരുവായൂരപ്പനോട് നമുക്കും നമ്മുടെ എല്ലാ ആദിവ്യാധികളും തീർത്തു തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ പാദ പങ്കജങ്ങളിൽ നമുക്കും ഈ ദശക സമർപ്പണം ചെയ്യാം. നമസ്തേ.